ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം റീലിൽ പറഞ്ഞതുപോലെ ജോബ് ഇൻ്റർവ്യൂ പ്രിപ്പറേഷനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ജോബ് ഇൻ്റർവ്യൂസിന് മോസ്റ്റ്ലി കാൻഡിഡേറ്റ്സ് നല്ലതുപോലെ പെർഫോം ചെയ്യാത്തതിനുള്ള വൺ ഓഫ് ദി റീസൺസ് എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള പ്രിപ്പറേഷൻ ഇല്ലായ്മയാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ജോബ് ഇൻ്റർവ്യൂവിന് നല്ലതുപോലെ ആൻസർ കൊടുക്കാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും മനസ്സിൽ കോമൺ ആയിട്ട് ചോദിച്ചേക്കാവുന്നുള്ള ചില ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് മനസ്സിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ ആൻസേഴ്സ് മനസ്സിലൊന്ന് പറഞ്ഞു നോക്കും, എന്നിട്ട് ഇൻ്റർവ്യൂവിന് പോകും. പക്ഷേ ഇൻ്റർവ്യൂ പാനലിൻ്റെ മുമ്പിൽ ചിലപ്പോൾ നമുക്ക് അതുപോലെ വിചാരിച്ച പോലെ ആൻസേഴ്സ് കൊടുക്കാൻ സാധിച്ചെന്ന് വരില്ല. അത് പ്രിപ്പറേഷൻ ഇല്ലായ്മ കൊണ്ടാണ്. അത് കോമൺ ആയിട്ട് ചോദിച്ചേക്കാവുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ടെൽ മീ സംതിങ് അബൌട്ട് യുവർ സെൽഫ്, അല്ലെങ്കിൽ ഗീവ് മീ എ ക്വിക്ക് ബാക്ക്ഗ്രൗണ്ട് അബൌട്ട് യുവർ സെൽഫ്, why should we hire you, അല്ലെങ്കിൽ what are some of the challenges that you experienced in your previous job, അല്ലെങ്കിൽ give me some of the areas that you would like to improve, അല്ലെങ്കിൽ ചില ബിഹേവിയറൽ ക്വസ്റ്റ്യൻസ്. ഇത് നമുക്ക് അറിയാം, ചില ക്വസ്റ്റ്യൻസ് ഇൻ്റർവ്യൂവിന് ചോദിച്ചേക്കും എന്ന്. പക്ഷെ നമ്മൾ അത് അറിയാമെങ്കിലും നമ്മൾ ചിലപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷൻ ഇല്ലാത്തത് കാരണം നമ്മൾക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് ആൻസേഴ്സ് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ചിലപ്പോൾ നമ്മൾ ഫംബിളാകും. കാരണം നമ്മൾ മനസ്സിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് പറഞ്ഞു പോകുന്നത് പോലെയല്ല റിയൽ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അവിടെ ഇൻ്റർവ്യൂ പാനലുണ്ട്, നമ്മൾക്ക് പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കാം. സോ അവരുടെ മുമ്പിൽ ആ ഇൻ്റർവ്യൂ സിറ്റുവേഷൻ നമ്മൾ തരണം ചെയ്യണം. സോ ഇറ്റ്സ് എ ന്യൂ എൻവയോൺമെൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് ഈ കാര്യങ്ങൾ പെട്ടെന്ന് മെമ്മറിയിൽ വരണം എന്നില്ല, ചിലപ്പോൾ പെട്ടെന്ന് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. സോ അതിന് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ റെപ്പറ്റീവായിട്ട് ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് പറയുക എന്നുള്ളതാണ്. സോ ജോബ് ഇൻ്റർവ്യൂവിന് ഒരു ജോബ് ഇൻ്റർവ്യൂ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി ജോബ് അല്ലേ. ഒരു ജോബ് ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ യു ഹാവ് ടു ഗ്രാബ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. അത് മിസ്സാക്കാൻ പാടില്ല. സോ അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോയി നമ്മളൊരു ട്രയൽ നടത്തുക എന്ന് പറഞ്ഞാൽ യു ആർ മിസ്സിങ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. നമ്മൾ അവിടെ പോയി ട്രൈ ചെയ്യാൻ പറ്റില്ല, അവിടെ പോയി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതിന് മുന്നേ, ജോബ് ഇൻ്റർവ്യൂവിന് മുന്നേ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു മോക്ക് ഇൻ്റർവ്യൂ. നമ്മൾ സ്വന്തമായിട്ട് ഒന്ന് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഒന്ന് പറഞ്ഞു നോക്കുക. ഒരു മോക്ക് ഇൻ്റർവ്യൂ പോലെ ആ മോക്ക് ഇൻ്റർവ്യൂ യൂസ് ചെയ്ത് ഈ സാധാരണയായി വന്നേക്കാവുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് പറഞ്ഞു നോക്കുക. ദാറ്റ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് വേസ് ദാറ്റ് യു കുഡ് പ്രിപ്പയർ. അപ്പോൾ ഈ മോക്ക് ഇൻ്റർവ്യൂസിനെ നമ്മൾ റിയൽ ഇൻ്റർവ്യൂ ആയിട്ട് തന്നെ കണക്കാക്കുക. സോ നമ്മൾ വിചാരിക്കുക മോക്ക് ഇൻ്റർവ്യൂവിനെ നമ്മൾ ആക്ച്വൽ ഇൻ്റർവ്യൂ പോലെ കണക്കാക്കിയിട്ട് അതിന് മുന്നേ ആ മോക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യുക. ബിക്കോസ് മോക്ക് ഇൻ്റർവ്യൂവിനെ നിങ്ങൾ ക്ലയൻറ്റ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ ഇൻ്റർവ്യൂ ആയിട്ട് തന്നെയാണ് നിങ്ങൾ കാണുന്നതെന്ന് വെക്കുക. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ മോക്ക് ഇൻ്റർവ്യൂവിന് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻസ് കോമൺ ആയിട്ട് ചോദിച്ചേക്കാവുന്ന ക്വസ്റ്റ്യൻസ് മാക്സിമം റെപ്പറ്റീവായിട്ട് ആൻസേഴ്സ് പറഞ്ഞു നോക്കുക. ചില വാക്കുകൾ കിട്ടിയില്ലെങ്കിൽ യു ജസ്റ്റ് പ്രിപ്പയർ. ആ ഒരു ഫ്ലോ ഓഫ് തോട്ട്സ് ഉണ്ടല്ലോ, അത് പെട്ടെന്ന് വരണം. നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം എന്നല്ല ഞാൻ പറയുന്നത്, റിപ്പീറ്റായിട്ട് പറഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ആ ഫ്ലോ കിട്ടും. അപ്പോൾ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. സോ മോക്ക് ഇൻ്റർവ്യൂ എങ്ങനെ നമുക്ക് നടത്താം? നമ്മുടെ കയ്യിൽ ക്യാമറയുണ്ട്, മൊബൈലിൽ ക്യാമറയുണ്ട്. സോ നമുക്ക് വീഡിയോയിൽ ഈ ചോദിച്ചേക്കാവുന്ന കോമൺ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. എന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ക്യാമറയിൽ വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യുക. ആ ആൻസേഴ്സ് പറഞ്ഞു നോക്കുക വീഡിയോയിൽ. എന്നിട്ട് ആ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് നമ്മളൊന്ന് റിവ്യൂ ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മൾ എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കൊടുത്തതെന്നുള്ളത്. ആൻഡ് ഒരു സെൽഫ് ഇവാലുവേഷൻ നോക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും ഫ്രണ്ട്സിനെ ആരെങ്കിലും കൊണ്ട് അതൊന്ന് റിവ്യൂ ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ സ്വന്തമായിട്ട് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കുറേ ഏരിയാസിൽ നമ്മൾ ഫംബിൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ കൊടുക്കാൻ സാധിച്ചില്ല. കാരണം നിങ്ങളത് റിയൽ ഇൻ്റർവ്യൂ പോലെ നിങ്ങൾ പോയി ആൻസേഴ്സ് കൊടുക്കുകയാണ്. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് വീഡിയോയിൽ പറഞ്ഞു നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ലൗഡായിട്ട് അത് പറയുമ്പോൾ മനസ്സിൽ പറയുന്നത് പോലെയല്ല, നമ്മൾ ലൗഡായിട്ട് ആൻസേഴ്സ് ആർട്ടിക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ ഡിഫിക്കൽട്ടീസ് മനസ്സിലാകും. ആൻഡ് യു ക്യാൻ ഇംപ്രൂവ് ഓൺ ദോസ് ഏരിയാസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആക്ച്വൽ ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടി ഈസി ആയിരിക്കും. ബിക്കോസ് യു ആർ യൂസ്ഡ് ടു ദോസ് ക്വസ്റ്റ്യൻസ്, ആൻസറിങ് ദോസ് ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയാം. ഇപ്പോൾ ഗീവ് മീ എ ക്വിക്ക് ബാക്ക്ഗ്രൗണ്ട് അബൌട്ട് യുവർ സെൽഫ്, ടെൽ മീ സംതിങ് അബൌട്ട് യുവർ സെൽഫ്. നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്തായാലും അവർ ചോദിച്ചേക്കാം.
അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയാസാണ്. അപ്പോൾ അതിനല്ലാതെ ചില ക്വസ്റ്റ്യൻസ് വന്നേക്കാം അല്ലേ. അപ്പോൾ ഈ മോക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് കിട്ടും? ചാറ്റ് ജി പി ടി. ഇപ്പോൾ ചാറ്റ് ജി പി ടി നിങ്ങൾ ചാറ്റ് ജി പി ടിയിൽ ആ ജോബ് ഡിസ്ക്രിപ്ഷൻ പേസ്റ്റ് ചെയ്യുക ചാറ്റ് ജി പി ടിയിൽ. ആ ജോബ് ഡിസ്ക്രിപ്ഷൻ ചാറ്റ് ജി പി ടിയിൽ പേസ്റ്റ് ചെയ്തിട്ട് ചാറ്റ് ജി പി ടി ഒക്കെ ഒരു പ്രോംപ്റ്റ് കൊടുക്കുക. യു ക്യാൻ ടൈപ്പ് സെയിങ് ദാറ്റ് ഐ ആം അപ്പിയറിംഗ് ഫോർ എ ജോബ് ഇൻ്റർവ്യൂ ഫോർ ആ ഒരു ജോബ് ടൈറ്റിൽ കൊടുക്കുക, എന്നിട്ട് ആ ഒരു കമ്പനിയുടെ പേര് കൊടുക്കുക. ആൻഡ് ഐ ഹാവ് അറ്റാച്ച്ഡ് ദി ജോബ് ഡിസ്ക്രിപ്ഷൻ ഹിയർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. സോ ഐ എം ജസ്റ്റ് ഷെയറിംഗ് ദി ജോബ് ഡിസ്ക്രിപ്ഷൻ ഹിയർ. സോ ബേസ്ഡ് ഓൺ ദിസ് ജോബ് ഡിസ്ക്രിപ്ഷൻ ടൈറ്റിൽ ആൻഡ് ബേസ്ഡ് ഓൺ ദി കമ്പനി സജസ്റ്റ് എ ഫ്യൂ ക്വസ്റ്റ്യൻസ് ഫോർ മോക്ക് ഇൻ്റർവ്യൂ എന്ന് ചാറ്റ് ജി പി ടിക്ക് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ചാറ്റ് ജി പി ടി അത് മാത്രമല്ല ഇതും കൂടി ആഡ് ചെയ്യുക. ഐ ഹാവ് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ആൻഡ് ഐ ഹാവ് അപ്ലൈഡ് ഫോർ ദിസ് പർട്ടിക്കുലർ ജോബ്. ആ ജോബ് ടൈറ്റിൽ കൊടുക്കുക. ആൻഡ് അതിനൊപ്പം ഈ മോക്ക് ഇൻ്റർവ്യൂവിനുള്ള ക്വസ്റ്റ്യൻസ് റിക്വസ്റ്റ് ചെയ്യുന്നതിനൊപ്പം അതിൻ്റെ ആൻസേഴ്സും കൂടി റിക്വസ്റ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം നമുക്ക് ആൻസർ റെഫർ ചെയ്യണമല്ലോ. സോ ചാറ്റ് ജി പി ടിയോട് ഗീവ് ആൻസേഴ്സ് ഓൾസോ ടു ദീസ് ക്വസ്റ്റ്യൻസ് എന്നുള്ള പ്രോംപ്റ്റ് കൊടുക്കുക. ഞാൻ ഇൻസ്റ്റഗ്രാം റീലിൽ ഞാൻ ക്യാപ്ഷനിൽ ചാറ്റ് ജി പി ടി കൊടുക്കേണ്ട പ്രോംപ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ ആ ഒരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടും. ആ ക്വസ്റ്റ്യൻസ് ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട്, അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കാൻ പറഞ്ഞാൽ, എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരോടെങ്കിലും ആ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറയുക. അവരെ ഓപ്പോസിറ്റ് ഇരുത്തുക, എന്നിട്ട് ചോദിക്കാൻ പറയുക. അല്ലെങ്കിൽ അവരെ സൈഡിൽ നിന്ന് ചോദിക്കാൻ പറയുക. എന്നിട്ട് വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുക ആൻസേഴ്സ്. സോ വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ആരെങ്കിലും ഫ്രണ്ടിൽ ഇരിക്കുന്ന പോലെ, സോ യു ജസ്റ്റ് നീഡ് ടു ആർട്ടിക്കുലേറ്റ് ആൻസേഴ്സ് ഇൻ എ പ്രൊഫഷണൽ വേ. നല്ല രീതിയിൽ ആൻസേഴ്സ് പറയാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ആൻസേഴ്സ് നമ്മൾ പറഞ്ഞ് നോക്കുമ്പോൾ റിയലായിട്ട് നമ്മളൊരു ഇൻ്റർവ്യൂവിന് പറയുന്ന പോലെ മോക്ക് ഇൻ്റർവ്യൂവിന് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏത് ഏരിയാസിലാണ് നമ്മൾ സ്റ്റക്ക് ആകുന്നത്. സോ വെയർ ഓൾ വി നീഡ് ടു ഇംപ്രൂവ് എന്നുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു എക്സസൈസാണ്. അത് 2-3 പ്രാവശ്യം ചെയ്ത് നോക്കുക. അപ്പോൾ മോക്ക് ഇൻ്റർവ്യൂ വഴി സോ യു ആർ സേയിങ് ദി ആൻസേഴ്സ് ലൗഡ്ലി, ഒച്ചത്തിൽ ലൗഡായിട്ട് നിങ്ങൾ ആൻസേഴ്സ് പറയുകയാണ്. ആൻഡ് വെൻ യു പ്രിപ്പയർ ഫോർ ദീസ് മോക്ക് ഇൻ്റർവ്യൂസിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. മോക്ക് ഇൻ്റർവ്യൂ ജസ്റ്റ് ഒരു ടെസ്റ്റ് അടിക്കാൻ വേണ്ടി പോകരുത്. മോക്ക് ഇൻ്റർവ്യൂസിന് ആക്ച്വൽ ഇൻ്റർവ്യൂ പോലെ കണക്കാക്കി അതിന് മുന്നേ നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യുക. സേ ദീസ് ആൻസേഴ്സ് ലൗഡായിട്ട് ആൻസേഴ്സ് പറഞ്ഞ് റെപ്പറ്റീറ്റീവായിട്ട് പറഞ്ഞ് നോക്കുക. സോ നമുക്ക് ആ ഒരു ഫ്ലോ കിട്ടും. കാണാതെ പഠിക്കണം എന്നല്ല, കാണാതെ പഠിച്ചു പോയാൽ ചില വാക്കുകളൊന്നും കിട്ടിയെന്ന് വരില്ല. ഏത് സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ് വേർഡ് എന്താണെന്ന് പോലും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ആ ഒരു ഫ്ലോയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സോ ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടും. ജോബ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ യു ഗെറ്റ് ദാറ്റ് കോൺഫിഡൻസ്. മോസ്റ്റ്ലി ആൾക്കാർക്ക് ആ കോൺഫിഡൻസ് പോകുന്ന ആൻസേഴ്സ് കറക്റ്റായിട്ട് ആ ഒരു ഫ്രീ ഫ്ലോ ഓഫ് തോട്ട്സ് വരാത്തതുകൊണ്ടാണ്. അത് വൺ ഓഫ് ദി റീസൺസ് ആണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ ഇൻ്റർവ്യൂവിന് കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് ആൻസേഴ്സ് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഓവർ ഫോർമലൊന്നും ആകണ്ട. ജസ്റ്റ് ബി ആർട്ടിക്കുലേറ്റ്. നിങ്ങൾ ആർട്ടിക്കുലേറ്റ് ചെയ്യുക ആൻസേഴ്സ്. ഓവർ ഫോർമൽ റിജിഡായിട്ടിരുന്നിട്ട് ഒരു എന്താ പറയുക, വളരെ മെക്കാനിക്കലായിട്ട് ആൻസേഴ്സ് കൊടുക്കേണ്ട കാര്യമില്ല. ഗീവ് സ്മൈൽ വെൻ എവർ റിക്വയർഡ്. ഒത്തിരി ഫാസ്റ്റായിട്ട് ആൻസേഴ്സ് കൊടുക്കാതിരിക്കുക. ഒരു കറക്റ്റ് പേസിൽ ആൻസേഴ്സ് കൊടുക്കുക. ഒത്തിരി ഫാസ്റ്റും ആകരുത്, ഒത്തിരി സ്ലോ ആകാൻ പാടില്ല. ഇഫ് യു വാണ്ട് യു ക്യാൻ പോസ് ഇൻ ബിറ്റ്വീൻ. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യുക. ചില ക്വസ്റ്റ്യൻസ് മനസ്സിലായില്ലെങ്കിൽ യു ക്യാൻ ആസ്ക്, ഐ എം നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്, ഐ കുഡൻ ഗെറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ കറക്റ്റ്ലി, കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ ഇൻ ക്ലാരിഫൈങ് ഇറ്റ് എന്ന് ചോദിക്കാം. കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കാം. സോ അങ്ങനെ നിങ്ങളൊരു ഇൻറ്ററാക്റ്റീവ് രീതിയിൽ ജസ്റ്റ് കീപ് ദി സെഷൻ കോൺവെർസേഷണൽ. സോ interviews are not interrogative session, it's an interactive session. ഇൻറ്ററോഗേറ്റീവ് സെഷനായിട്ട് നിങ്ങൾ അതിനെ കണക്കാക്കരുത്. ഇറ്റ്സ് ആൻ ഇൻറ്ററാക്റ്റീവ് സെഷൻ. സോ അത് തന്നെയാണ് ഹയറിംഗ് മാനേജേഴ്സ് നോക്കുന്നത്. കീപ്പ് ഇറ്റ് ലൈവ്, കീപ്പ് ഇറ്റ് ഇൻറ്ററാക്റ്റീവ്, കീപ്പ് ഇറ്റ് കോൺവെർസേഷണൽ ആൻഡ് ഒരു ലൈക്കബിലിറ്റി ആസ്പെക്റ്റ് ബിൽഡ് ചെയ്യുക. നിങ്ങളോടൊരു ഇഷ്ടം തോന്നുന്ന രീതിയിൽ നിങ്ങൾ നല്ലതുപോലെ കോൺഫിഡൻ്റ് ആയിട്ട് ആൻസേഴ്സ് കൊടുക്കുക.
ഏനോ കൂടുതൽ ടിപ്സുമായി വേറെയും ചില വീഡിയോസ് ഞാൻ ചെയ്യുന്നതാണ്. ദിസ് ഇസ് ജസ്റ്റ് എ പാർട്ട് ഓഫ് ഇറ്റ്. ഇതുപോലെ കുറച്ചും കൂടി വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ്, അത് ചില ബോറിംഗ് ആകും. സോ കൂടുതൽ ഇതുപോലത്തെ കോണ്ടന്റുകൾ, ജോബ് സീക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള കോണ്ടന്റുകൾ ഞാൻ ഇനിയും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഇടുന്നതാണ്. സോ യൂട്യൂബിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ബെൽ ഐക്കൺ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നോട്ടിഫിക്കേഷൻസ് കിട്ടും. സോ താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. യു ആർ ദി ബെസ്റ്റ്.